നമസ്കാരം. ഈ അടുത്ത കാലത്ത് എസ്.എഫ്.ഐ കുട്ടികളെ കുറിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച് കേട്ട ഒരു വാക്കുണ്ട്. Bloody criminals! Why will I not come if they are hitting the glasses? No, they are. They are hitting. I cannot allow the criminals, the juntas, to rule the room. കേട്ടില്ലേ? പാൻഖാൻജിയുടെ പരാമർശമാണ് കിരിമിനൽസ്. കിരിമിനൽസ് ആർക്ക് വേണ്ടിയാണ്? സംഘികൾക്ക് വേണ്ടിയും ഇവിടത്തെ കൊങ്ങികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയുമാണ് എസ്.എഫ്.ഐക്കാരെ ഇങ്ങനെ അധിക്ഷേപിച്ചത്. എന്തായിരുന്നു കാരണം? കേരളത്തിലെ സർവകലാശാലകളിൽ നോമിനികളായിട്ട് ഈ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാനുള്ള ശ്രമത്തെ എസ്.എഫ്.ഐ പ്രതിരോധിച്ചപ്പോൾ കേട്ട ശബ്ദമായിരുന്നു അത്. ഇതേ ശബ്ദം നിങ്ങൾക്ക് വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി പരതിയാലും കേൾക്കാൻ പറ്റും. പക്ഷേ അവർ ചെയ്ത നന്മ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏതാണ്? RLV രാമകൃഷ്ണൻ നേരിട്ട ജാതിപരമായ അധിക്ഷേപം. ആ ഒരു വിഷയത്തിൽ എസ്.എഫ്.ഐ മാതൃകാപരമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൈയടിക്കാതെ തരമില്ല. കാര്യം, മുറിവേൽക്കപ്പെടുന്നവർ, അപഹസിക്കുന്നവർ, ആക്ഷേപിക്കപ്പെടുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ, തരം താഴ്ത്തപ്പെടുന്നവർ, ഇവർക്കെല്ലാം ഒപ്പം ആ വിദ്യാർത്ഥി സംഘടന എല്ലാ കലാലയങ്ങളിലുമുണ്ട്. എങ്ങനെയെന്നല്ലേ? അതിന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇരയായി മാറിയ RLV രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞൊരു പരാമർശമുണ്ട്. എന്തിന്റെ പേരിലെന്ന് അറിയുമ്പോഴാണ്, അതായത് തന്റെ ഒരു ജീവിത സബരിയ എസ്.എഫ്.ഐക്കാർ നിറവേറ്റി കൊടുക്കുകയാണ്. എന്താന്നല്ലേ? മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ RLV രാമകൃഷ്ണനെ ക്ഷണിച്ച കലാമണ്ഡലം ഇന്ന് വൈകിട്ട് 5-ന് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിലാണ് അവതരണം. ഒരു എന്താ പറയുക, നർത്തകൻ അല്ലെങ്കിൽ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലം, അവിടുത്തെ കൂത്തമ്പലവും. ഇപ്പൊ ഏകദേശം ഇത്രയും നാളുകളായി പഠിച്ചിട്ടും ഈ രംഗവുമായി നിലകൊണ്ടിട്ടും ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ ചലങ്ക കെട്ടാൻ സാധിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പരിപൂർണത എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം ഒരുപാട് വേദികളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വേദികളുണ്ട്. ആ വേദികളിൽ ഒന്നായിരുന്നു കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിന്റെ വേദി. അവിടെ മോഹിനിയാട്ടം ഒരു പുരുഷ വേഷത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് എക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഞാൻ കലാമണ്ഡലത്തിലെ നിള ഫെസ്റ്റിവല് സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു. അത് എന്നേക്കാളും അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരടക്കമുള്ള പെൺകുട്ടികൾ അവിടെ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാണിയായിട്ട് അതിനിടയിൽ പോയിരിക്കാറ് പതിവുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നൃത്തോത്സവങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇന്ന് ഇങ്ങനൊരു സംഭവം വേണ്ടി വന്നു, നമുക്കൊരു അവസരം കിട്ടാനായിട്ട് എന്നുള്ളൊരു സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ്. അപ്പോൾ കലാമണ്ഡലത്തിലെ അവിടുത്തെ എസ്.എഫ്.ഐയുടെ കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ അവര് എന്നെ വിളിച്ചിരുന്നു. ആ വാക്കുകൾ പറയുമ്പോൾ അയാളുടെ കണ്ഠമിടറുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. ഒരു കലാകാരനാണ്. താൻ ആഗ്രഹിച്ച ഒരുപാട് വേദികൾ, താൻ പഠിപ്പിച്ച കുട്ടികൾ പോലും കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ അരങ്ങേറുമ്പോൾ തനിക്ക് ആ അവസരം നിഷേധിക്കപ്പെട്ടതിൽ താൻ ഒരുപാട് വേദനിച്ചിരുന്നു, താൻ ഒരുപാട് വ്രണപ്പെട്ടിരുന്നു. ആ ഒരു വ്രണപ്പെടൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിലും എസ്.എഫ്.ഐ എന്ന സംഘടന ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അരങ്ങേറ്റം ആർക്ക് സാധ്യമാകുന്നത്? RLV രാമകൃഷ്ണൻ. ഈ ഒരു ജാതി അധിക്ഷേപം പുറത്തു വന്നതിന് ശേഷം RLV രാമകൃഷ്ണൻ ആദ്യം ഒരു വേദിയിൽ മോഹിനിയാട്ടം നടത്തി. എവിടെന്നല്ലേ? ചാലക്കുടിയിൽ DYFI ഒരുക്കിയ വേദിയിൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ എസ്.എഫ്.ഐക്കാർ വേദി ഒരുക്കുന്നത്. മറ്റു ചിലർ എത്തിയിട്ടുണ്ട്. സംഘപരിവാറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സംഘപരിവാറുകാരെ വെള്ളയടിക്കാൻ വേണ്ടി കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിരുന്നാലും അവരെ തള്ളിപ്പറയാനായിട്ട് അദ്ദേഹത്തിന്റെ നാവ് ഉയരത്തില്ല. എന്തുകൊണ്ട്? അത്രയേ ഉള്ളൂ. അവർ ചെയ്തത് തെറ്റല്ല, അവരങ്ങനെ പറയാൻ പാടില്ല, പ്രവർത്തിക്കാനേ പാടുള്ളൂ. പറഞ്ഞു പോയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറയ്ക്കാൻ അതേ വ്യക്തിയെ കൊണ്ട്, അതായത് ഈ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാൻ വേണ്ടി കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കാൻ തയ്യാറായ ആ ചെമ്പു ഗോപിയുടെ വിശാല മനസ്കത കാണാതെ പോകുന്നത്. അവിടേക്കാണ് എസ്.എഫ്.ഐ ഇവർക്ക് നീരസമായി മാറുന്നത്. ഇവരുടെ പല കോട്ട കൊത്തളങ്ങളുണ്ട്. ഇന്നും പിന്നോക്ക വിഭാഗക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകൾ. അങ്ങനെയുള്ള മേഖലകളിൽ ഒന്നാണ് ഇന്ന് അദ്ദേഹം തന്റെ ജീവിത സബരി എന്നുള്ള നിലയ്ക്ക് ആ വേദിയിൽ നിന്ന് മനം നിറഞ്ഞ് നൃത്തമാടാൻ പോകുന്നത്. മോഹിനിയുടെ ഭാവമോ രൂപമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഒരു തുടക്കം മാത്രമാണ്. പല ഇതുപോലുള്ള മൂരാച്ചിമാരെയും മാടമ്പിമാരും കൈയടക്കി വെച്ചിരിക്കുന്ന പല മേഖലകളിലേക്കും കടന്നു ചെല്ലാനുള്ള ഓരോരോ അവസരങ്ങളായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹം പറയുന്ന ആ വാക്കിൽ വളരെ കൃത്യമായുണ്ട്. ഇത്രയും കാലം വേണ്ടി വന്നു, ഇങ്ങനെ ഒരു അനുഭവം വേണ്ടി വന്നു. അതെ, നമ്മൾക്ക് ഒറ്റയടിക്ക് ഇതുപോലുള്ള സംഭവവികാസങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്താൻ ശേഷിയുള്ളത്
ഇവിടത്തെ ഇടത് സംഘടനകൾക്ക് മാത്രമാണ്. അവർ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം അതിലേക്ക് നടത്തുകയോ അങ്ങനെ നടത്താൻ ശ്രമിച്ചാൽ യദുകൃഷ്ണൻ എന്നൊരു പോറ്റിയെ അല്ലെങ്കിൽ ഈ ദേവസ്വം ക്ഷേത്രങ്ങളിൽ ആദ്യമായി ഒരു പൂജാരിയായിട്ട് നിയോഗിച്ചത് ഇടതുപക്ഷമാണ്. അദ്ദേഹത്തിന്റെ അനുഭവം ഇപ്പോഴും അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട്. പലയിടങ്ങളിലും അദ്ദേഹത്തിന് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തൽ, ഈ പൂജാതി ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനം ദേവസ്വം ബോർഡുകൾക്കകത്ത് വച്ച് നടത്തുന്നുണ്ട്. ആരാണ് അതിന് പിന്നിൽ? ഒന്ന് ആലോചിച്ചാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി ആരാണ് അതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നതെന്ന്. 97% നിയമനങ്ങൾ ഞങ്ങൾക്കുള്ളതാണെന്ന രീതിയിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. കാര്യം വിശ്വാസത്തിന്റെ മുഴുവൻ അപ്പോസ്തലന്മാർ ഞങ്ങളാണ് എന്ന നിലയ്ക്കൊക്കെ നിൽക്കുന്നവർ. അങ്ങനെ പല മേഖലകളിലും ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലകളിലേക്ക് RLV രാമകൃഷ്ണന്മാരും വിനായകന്മാരും ജാസി ഗിഫ്റ്റുമാരും കടന്നു വരികയും ചെയ്യും, പെർഫോം ചെയ്യുകയും ചെയ്യും. അതിന് SFI കാണും, DYFI കാണും, ഇടതുപക്ഷം കാണും, ആ മനോഭാവത്തിലുള്ളവരും ഒപ്പം കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു കാണിക്കുക. വ്രണപ്പെടുന്നവരെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ, ആക്ഷേപിക്കപ്പെടുന്നവരെ അവരുടെ ഒപ്പം നിന്ന് നിങ്ങൾ ക്രിമിനൽസ് എന്ന് ആക്ഷേപിക്കുന്നവർ തന്നെ അവർക്ക് ഒരു കൈത്താങ്ങായി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഈ സമൂഹത്തിൽ ഇങ്ങനെ പിന്തള്ളപ്പെടുന്നവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരു സംശയവുമില്ലാതെ പ്രഖ്യാപിക്കുക തന്നെയാണ്.